മരുഭൂമി എന്ന ചിന്ത തന്നെ മാറിപ്പോയൊരു ദിവസമാണ് കടന്നുപോയത്. അത്രത്തോളം തണുപ്പാണ് ഈ ഡെസേർട്ടിൽ. രാവിലെ എഴുന്നേറ്റ് വെയിലൊക്കെ കായാൻ വന്നതാണ്, എങ്കിലും രക്ഷയില്ല. പോയി ശകലം വെള്ളം ചൂടാക്കി അതിനുള്ളിൽ കാല് വെച്ച് കുറച്ചു നേരം നിന്നു. കാലൊക്കെ നൂർത്തെടുക്കണ്ടേ. വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആളുകളെല്ലാം വെയിൽ കായുവാൻ വന്ന് നിൽപ്പുണ്ട്. എന്തായാലും ഇനി അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റും ഫ്രീ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ചായയും കഴിച്ച ശേഷം നേരെ ചെക്കൗട്ട് നടപടികളൊക്കെ പൂർത്തിയാക്കി പോകുവാനുള്ള ധൃതിയിലാണ്. അപ്പോഴാണ് ഒരു പട്ടിക്കുഞ്ഞ് പുറകെ പിടിച്ചത്. അത് കളിച്ച് കളിച്ച് പുറകെ പോരുകയാണ്. അത് ഡെസേർട്ടിൽ ഉള്ള ഒരു പട്ടിക്കുഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും അവനോട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ചെക്കൗട്ട് നടപടികളെല്ലാം പൂർത്തിയാക്കി വാഹനം വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമ്മളെ ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവിട്ട വാഹനം തന്നെയാണ് വന്നിരിക്കുന്നത് കൊണ്ടുപോകാൻ, ബഷീർ ഭായ്. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ തിരക്കി നേരെ ഇനി 1 മണിക്കൂർ കൊണ്ട് ജയ്സൽമീരിലെത്തും. അങ്ങനെ യാത്ര തുടർന്നു. ഇനിയും അടുത്ത ഫെബ്രുവരിയിൽ ഡെസേർട്ടിൽ വരണം, ഇവിടുത്തെ കാലാവസ്ഥ ഒന്നുകൂടെ ഒന്ന് അനുഭവിച്ചറിയണം എന്നൊറ്റ ചിന്തയിലാണ് ഞാൻ നേരെ ജയ്സൽമീരിലേക്ക് യാത്ര തിരിക്കുന്നത്. എൻ്റെ കൂടെ മുനീറും ഫാമിലിയുമുണ്ട്. അവർക്കിന്ന് ജയ്സൽമീരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റാണ്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കൊച്ചിനെയൊക്കെ മൂടിപ്പിടിച്ചാണ് അവരും ഇരിക്കുന്നത്. അങ്ങനെ കാഴ്ചകളിലൂടെ വീണ്ടും ജയ്സൽമീർ. രാവിലെ തന്നെ റൈഡർമാർ ക്യാമലിനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. വരുന്ന സഞ്ചാരികളെ പിടിക്കുകയാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ഏകദേശം ഡെസേർട്ട് കഴിയാറായി എന്ന് തോന്നുന്നു. കാരണം അങ്ങിങ്ങായി ചെറിയ വീടുകളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. മരുഭൂമിയിലേക്കുള്ള റോഡുകളുടെ പണി നടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് പോകേണ്ട വഴികളെയൊന്നും അത് ബാധിക്കുന്നില്ല. ഹൈവേ ആണ് ഇതിലെ വരുന്നത്. ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള കൺസ്ട്രക്ഷൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. നിരവധി ക്യാമ്പ് സൈറ്റുകൾ നമുക്ക് ഇതുപോലെ കാണാം ഡെസേർട്ടിലേക്ക് പോകും വഴി. ഡെസേർട്ടിന് പുറത്തും ക്യാമ്പ് സൈറ്റുകളുണ്ട്. ഇതുകൂടാതെ വലിയ 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 ഹോട്ടലുകളുമുണ്ട്. ഇതൊരു ഹോട്ടൽ സമുച്ചയമാണ്. ജയ്സൽമീർ ഫോർട്ടിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണവും നടക്കുന്നത്. അതിൻ്റെ കളറും രൂപവും ഭാവവും എല്ലാം ഒരുപോലെ തന്നെ. ചെറിയൊരു കോപ്പിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. 500 രൂപ കൂലി പറഞ്ഞ ഓട്ടോറിക്ഷക്കാരനോട് എയർപോർട്ടിലേക്ക് 300 രൂപയ്ക്ക് സമ്മതിപ്പിച്ച് മുനീറും കുടുംബവും എയർപോർട്ടിലേക്ക് യാത്രയായി. ഞാൻ നേരത്തെ തന്നെ ജയ്സൽമീരിൽ റൂം ബുക്ക് ചെയ്തിരുന്നു. കുറേ ഒഫീഷ്യൽ തിരക്കുകളുണ്ട്, വർക്കുകളൊക്കെ തീർക്കണം. നല്ല റൂമാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ മുൻകൂട്ടി ബുക്ക് ചെയ്ത ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. സിംഗിൾ റൂമാണ് ബുക്ക് ചെയ്തത് എങ്കിലും അവിടെ ചെന്നപ്പോൾ അവർ ഡബിൾ റൂം തന്നു. നല്ല വൃത്തിയുള്ള റൂമും നല്ല അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ബാൽക്കണിയും ഒക്കെയുണ്ട്. ഇനി ഇവിടെ ഇരുന്ന് കുറേ വർക്കുകൾ തീർക്കണം. 600 രൂപയാണ് ഇതിന് ഒരു ദിവസം റെൻ്റായി അവർ ഈടാക്കുന്നത്. അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റും നൽകും. അത്യാവശ്യമായ വർക്കുകളെല്ലാം തീർത്ത് ഒന്ന് ഫ്രഷപ്പ് ആയ ശേഷം ജയ്സൽമീരിലെ ലോക്കൽ മാർക്കറ്റിലേക്ക് ഇറങ്ങി. പരിസരം ഒന്ന് കണ്ടു മനസ്സിലാക്കുക തന്നെ ഉദ്ദേശം. പച്ചക്കറി മാർക്കറ്റാണ്. കൂടെ ഒരുപാട് വിഭവങ്ങളും അവിടെ വിൽക്കുവാൻ വെച്ചിട്ടുണ്ട്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെ നടന്നു കഴിഞ്ഞാലും പശുക്കളാണ്. ഒരുപാട് പശുക്കൾ ഇങ്ങനെ നടക്കും. ഇവരാണ് മിക്കവാറും മാർക്കറ്റുകൾ വൃത്തികേടാക്കുന്നതും. നോക്കി നടന്നില്ലെങ്കിൽ ചാണകത്തിൽ ചവിട്ടി തന്നെ നടക്കേണ്ട അവസ്ഥ വരും. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചന്ത സജീവമാണ്. മരുഭൂമിയാണെങ്കിലും നമ്മുടെ നാട്ടിലെ വിലകളൊന്നും പച്ചക്കറികൾക്കില്ല. ഉരുളക്കിഴങ്ങിനും സബോളയ്ക്കും തക്കാളിക്കും എല്ലാം 20 രൂപയാണ് വില ഈടാക്കുന്നത് ഇവർ. തദ്ദേശീയമായ കർഷകരിൽ നിന്നും കളക്ട് ചെയ്ത് വിൽക്കുന്നതാണ് എന്ന് തോന്നുന്നു. കർഷകർ നേരിട്ടും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. പെട്ടിവണ്ടികളിലാണ് കൂടുതലും കച്ചവടം കണ്ടത്. പശുവിൻ്റെയും ആടിൻ്റെയും കണ്ണുവെട്ടിച്ച് ഇവരെങ്ങനെ കച്ചവടം നടത്തുന്നു എന്നാണ് എൻ്റെ സംശയം. പച്ചക്കറികൾ കൂടാതെ ചീപ്പും സോപ്പും കണ്ണാടിയും കളിപ്പാട്ടങ്ങളും കച്ചവടത്തിനായി വരുന്നുണ്ട്. എൻ്റെ കുഞ്ഞൻ ക്യാമറ കണ്ടപ്പോൾ ചെരുപ്പ് വിൽക്കുന്ന കടക്കാർക്ക് ഒരു സംശയം, ഇത് കുലുങ്ങുമോ ആടുമോ എന്നൊക്കെ. ഒന്ന് പിടിച്ച് കുലുക്കിയൊക്കെ നോക്കിയവർ. മാർക്കറ്റിനോട് ചേർന്ന് തന്നെ നിരവധി ചായക്കടകളുണ്ട്. ചെറിയ ചെറിയ കടകളാണ്. കുറേ ബെഞ്ചും ഡെസ്കും ഒക്കെ ഇട്ടിട്ടുണ്ട്. രാവിലെ തന്നെ ചായ കുടിക്കാൻ ആൾക്കാർ എത്തി തുടങ്ങിയിരിക്കുന്നു. നിരവധി സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണിത്. ചായ കുടിക്കുവാനായി ഒരു കടയിലേക്ക്. ഇവിടെ 3 തരത്തിലാണ് ചായ തരുന്നത്. 2 തരത്തിലുള്ള ഡിസ്പോസിബിൾ ഗ്ലാസും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗ്ലാസ്സിലും ചായ കിട്ടും. 10 രൂപ മുതൽ 20 രൂപ വരെയാണ് ചായയുടെ റേറ്റ്. ഇഞ്ചി ചായയാണ് നല്ല രുചിയും. ആ തണുപ്പത്തിങ്ങനെ കുടിക്കുമ്പോൾ നല്ല രസമാണ്. ജയ്സൽമീരിൻ്റെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ഹനുമാൻ സർക്കിൾ. ഈ ഒരു സർക്കിളിൽ നിന്നാണ് ജയ്സൽമീർ വാർ മ്യൂസിയത്തിലേക്കും ഡെസേർട്ടിലേക്കും എല്ലാം പോകുന്നത്. മിക്ക കടകളിലെയും ഫ്രണ്ടിൽ ഇത്തരത്തിലുള്ള പാല് തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് കാണാം. സൈനിക ക്യാമ്പ് അടുത്തുള്ളത് കൊണ്ടാവാം സൈനിക വാഹനങ്ങൾ നിരത്തിൽ സജീവമായി തന്നെയുണ്ട്. രാവിലെ സൈനിക ക്യാമ്പിലേക്ക് സാധനവുമായി പോകുന്ന വാഹനമാണ്. രാവിലെ തന്നെ തട്ടുകടകളും സജീവമായി നിരത്തിലുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടുകടകൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കാരണം ഇന്നലെയൊന്നും ഞാനിത് കണ്ടിട്ടില്ല. അങ്ങനെ ഞാനും കഴിച്ചു ഒരു ഓംലേറ്റ്. കണ്ടാൽ പേടിച്ചു പോകുന്ന കാളകളും പശുക്കളും നിരത്തിൽ സജീവമാണ്. തട്ടുകടകളിൽ അധികവും വെജാണ്.
രാജസ്ഥാനികൾ പൊതുവെ നോൺ വെജിനോട് വിരോധമുള്ളവരാണെന്ന് തോന്നിപ്പോകുന്നു. ഇത്രയും കടകൾക്കിടയിൽ കണ്ടെത്തിയ ഒരേ ഒരു നോൺ വെജ് കട. വറുത്ത ചിക്കൻ 250 ഗ്രാം 80 രൂപ. പഴവർഗ്ഗങ്ങളും മാർക്കറ്റിൽ സുലഭമാണ്. 1/2 കിലോ റോബസ്റ്റയ്ക്ക് 20 രൂപയാണ്. ഞാനും 1/2 കിലോ റോബസ്റ്റയും വാങ്ങി നേരെ റൂമിലേക്ക്. നാളത്തെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം.